തിരുവനന്തപുരം സെൻട്രലിൽ LDF സ്ഥാനാർത്ഥി എവിടെ? LDFിൽ ആശയക്കുഴപ്പമാണ്. ആന്റണി രാജുവിന് പകരം ആര് എന്നതിന് ഇനിയും ഉത്തരമായിട്ടില്ല. LDF സ്ഥാനാർത്ഥി ഇന്നുണ്ടാവില്ല. സ്ഥാനാർത്ഥി നിർണയം കടുത്ത പ്രതിസന്ധിയിലുമാണ്. UDF സ്ഥാനാർത്ഥി CP ജോൺ പ്രചാരണമായി വളരെ മുന്നോട്ട് പോയിട്ടുമുണ്ട്. കരമന ജയൻ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രലിൽ BJP സ്ഥാനാർത്ഥി എന്നും വ്യക്തമായിരിക്കുന്നു. ഹരിമോഹനും TV പ്രസാദുമുണ്ട്. ഹരിമോഹൻ, തിരുവനന്തപുരത്തെ പ്രതിസന്ധിയുടെ വിശദാംശങ്ങൾ ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദ്, ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത്? ഇപ്പോൾ LDFന് സ്ഥാനാർത്ഥിയായിട്ടില്ല. ഇപ്പോൾ കണ്ണൂരിലെ വിഷയം അത് വലിയ രീതിയിൽ കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ LDFന് ആര് എന്ന ചോദ്യം തിരിച്ചും പ്രതിപക്ഷം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ലല്ലോ. വളരെ വേഗം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതിന്റെ അടുത്ത മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു CPM പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ എവിടെ LDF സ്ഥാനാർത്ഥി എന്ന ചോദ്യം, അതിന് വല്ല മറുപടിയും വരുന്നുണ്ടോ? അശ്മതി പറഞ്ഞതുപോലെ കടുത്ത പ്രതിസന്ധി തന്നെയാണ് തിരുവനന്തപുരം സെൻട്രലിലുള്ളത്. LDF സമീപകാലത്തൊന്നും ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടെന്നതാണ്. നേരത്തെ MV ഗോവിന്ദൻ CPIM പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോയുമായി അതാത് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിലെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് തൊണ്ടി മുതൽ കേസുമായി ബന്ധപ്പെട്ട് നിലവിലെവിടെ ഉണ്ടായിരുന്ന MLA, നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിയായ ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അയോഗ്യത വന്നതോടുകൂടിയാണ് പ്രതിസന്ധി അതിരൂക്ഷമായത്. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല എന്ന ഉത്തരവ് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഹൈക്കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഒഴിവാക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി CPIM സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ കേസ് തീർന്നു വന്നു കഴിഞ്ഞാൽ മത്സരിപ്പിക്കാം എന്ന ധാരണയോടുകൂടിയാണ് CPIM നേതാക്കൾ മുന്നോട്ട് പോയതെങ്കിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന ദിവസം അവസാനിക്കാനുള്ള 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയും ആ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ LDFന്റെ CPIMന്റെ ഒരു സ്വതന്ത്രൻ എന്ന രീതിയിൽ ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം RJDയിൽ ഉണ്ടായിരുന്ന സുരേന്ദ്രൻ പിള്ള പാർട്ടി വിട്ട് പുറത്തേക്ക് വന്നത്. സുരേന്ദ്രൻ പിള്ള ആന്റണി രാജുവിനെ ബന്ധപ്പെട്ട് ഇവിടെ മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തിയെന്ന് മനസ്സിലാക്കുന്നത് നടന്നില്ല. അതോടൊപ്പം തന്നെ BJPയിൽ മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കരമന ജയൻ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന സ്ഥിതിയാണ്. ആ സീറ്റും പ്രഖ്യാപിക്കാനുണ്ട്. എന്തായാലും ഉഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് തിരുവനന്തപുരം സെൻട്രലിലെ LDF സ്ഥാനാർത്ഥിയുടെ അവസ്ഥ. BJP സ്ഥാനാർത്ഥി ഉടൻ വരുമെന്നാണ് പറയുന്നത്. സ്മൃതി, ശരി, ഹരിമോഹനിലേക്ക് കൂടി. ഹരിമോഹൻ, തിരുവനന്തപുരം സെൻട്രലിൽ 3 മുന്നണികളും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന ചോദ്യം വരുമ്പോൾ അവിടെ ഇപ്പോൾ UDFന് മാത്രമാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. CP ജോൺ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ഇതിനിടയ്ക്കിന് BJPയുടെ സ്ഥാനാർത്ഥിയുടെ പേരറിയുന്നു. പക്ഷേ പ്രചാരണത്തിലേക്ക് സജീവമായി രംഗത്ത് എത്തിക്കഴിഞ്ഞോ കരമന ജയൻ? സ്മൃതി, ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി വരുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം 96 സീറ്റുകളിലേക്കാണ് BJP മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത്. 96-ൽ ഇനിയിപ്പോൾ 10 എണ്ണമാണ് പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ ആ 10 എണ്ണത്തിൽ തന്നെ BJP മത്സരിക്കുമോ എന്നുള്ളതിലും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതായത് 2 സീറ്റുകൾ കൂടി ഘടകകക്ഷികൾക്കായി നൽകി ബാക്കി 8 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കരമന ജയന്റെ പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് BJP. മറ്റ് 2 പേരുകൾ കൂടി ചർച്ചയിലേക്ക് വന്നിരുന്നെങ്കിലും സിറ്റി ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും മണ്ഡലത്തിൽ സജീവമായ ആളെന്നുള്ള നിലയ്ക്കും കരമന ജയനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നു. ഒപ്പം തന്നെ കോവളത്ത് TN സുരേഷ് ഇന്നലെ ISTD വിട്ട് BJPയിൽ അംഗത്വമെടുത്ത സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥിനെ ചിറയിൻകീഴിൽ, അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റിൽ തന്നെ ഇത്തവണയും നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അടൂർ മറ്റൊരു സംവരണ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അടൂരിലേക്ക് കൂടി പരിഗണിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോൾ ചിറയിൻകീഴിലേക്ക് തന്നെ ആശാനാഥിനെ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക്, ധാരണയിലേക്ക് എത്തുന്നു പാർട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടയ്ക്ക് ഈ സെൻട്രലിലെ പ്രചാരണം തുടങ്ങാൻ, അതായത് പരസ്യമായ ഒരു പ്രചാരണം തുടങ്ങാൻ കഴിയാത്തതിന്റെ എല്ലാത്തരം പ്രതിസന്ധികളും BJPയെ സംബന്ധിച്ചുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ കരമന ജയനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയും അങ്ങനെ ചുവരെഴുത്തടക്കമുള്ള ചില കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് 2 പേരുകൾ കൂടി അധികമായി
വന്നപ്പോൾ ആ ചുവരെഴുത്തൊക്കെ നിൽക്കുകയും സെൻട്രൽ ഒരു പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അപ്പുറത്തെ LDF ആണെങ്കിൽ വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയും ഇപ്പുറത്തെ BJPക്ക് പ്രഖ്യാപനം വരാൻ വൈകുകയും ചെയ്യുമ്പോൾ UDF സ്ഥാനാർത്ഥി സജീവമായി പ്രചാരണ രംഗത്തുണ്ടോ ഹരിമോഹൻ? കാരണം അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം അവിടെ പ്രാദേശികമായി ഉയർന്നിരുന്നു. പക്ഷേ CP ജോൺ എന്ന പേരിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു UDF. അപ്പോൾ എത്രത്തോളം അവരുടെ പിന്തുണയും അവരുടെ സജീവതയുമുണ്ട് മണ്ഡലത്തിൽ? സ്മൃതി, ഇന്നലെ മാത്രമാണ് കാര്യമായൊരു പ്രചാരണം തുടങ്ങിയത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് അതിനുവേണ്ടി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകിയിട്ട് മടങ്ങിപ്പോകും. പക്ഷേ പരമാവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, മണ്ഡലത്തിലുള്ള പ്രവർത്തകർ എല്ലാവരും തന്നെ CP ജോണിനോടൊപ്പം പ്രചാരണത്തിന് അണിനിരക്കണം എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആഹ്വാനം. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു പ്രധാന പ്രതിസന്ധി നിലനിൽക്കുന്നത് ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പുറത്ത്, അതായത് നേമത്ത് KS ശബരിനാഥിന് വേണ്ടി പ്രചാരണത്തിന് പോകുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ VS ശിവകുമാറിനൊപ്പം അരുവിക്കരയിൽ പ്രചാരണത്തിന് പോകുന്നു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എത്രത്തോളം CP ജോണിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പരസ്യ പിന്തുണ സെൻട്രലിൽ പ്രചാരണത്തിന് ലഭിക്കുമെന്നുള്ളത്